അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ മഹല്ലിലും നമ്മളിലും വ്യക്തിപരമായി സ്വയം ആലോചിക്കുകയും ആവശ്യമാണെങ്കിൽ നിർബന്ധമായും മാറ്റം വരുത്തുകയും ചെയ്യേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. ഈ ഖുത്ബ കൊണ്ട് ഖതീബായ എനിക്കും നിങ്ങൾക്കും മാറ്റമുണ്ടാകണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം, ഒരൊറ്റ വിഷയം സംസാരിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ പത്രം നമ്മളെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിലെ ചരമകോളമെടുത്ത് നമ്മളൊന്ന് നോക്കിയാൽ ഒരുപാട് പേരുകൾ കാണും. ആ പേരുകളിലെ എത്രയോ 10 മടങ്ങാണ് സത്യത്തിൽ മരണപ്പെട്ടു പോയിട്ടുമുണ്ടാവുക. ആ വാർത്തകൾ വെറുതെയൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇന്നും ഇന്നലെയുമായി മരിച്ചവരുടെ നാമങ്ങൾ മാത്രമാണ് ആ പത്രത്തിലെ ഒരു പേജിൽ ഉണ്ടാവുക. 2 ദിവസത്തിനുള്ളിൽ മരിച്ചവർ. ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അതിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുണ്ട്, നമ്മൾക്കറിയുന്ന നമ്മളെക്കാൾ സാമ്പത്തിക ശേഷിയും വരുമാന വർധനവും ആളുകൾക്കിടയിൽ സ്ഥാനവർധനവും ഒക്കെയുള്ള ആളുകളും ഒക്കെയുണ്ട്. അവർക്കൊന്നും അല്ലാഹു ഈ ഒരു ദിവസം കാണാനോ ഈ ഒരു ദിവസത്തിൽ ജുമഅയിൽ പങ്കെടുക്കാനോ അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ട പള്ളിയിൽ ഒരുമിച്ച് ചേരുവാനോ തൗഫീഖ് കൊടുത്തില്ല. നമ്മൾക്ക് തന്നു, അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, അങ്ങനെ കിട്ടിയ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഒരു ആയുസ്, 1 ദിവസം 2 ദിവസം അവരെക്കാളൊക്കെ അധികമായി ലഭിച്ച നമ്മൾ, അത് തന്ന അള്ളാഹുവിനോട് പടച്ചവൻ ഇഷ്ടമുള്ള അവന്റെ നന്ദിയുടെ ഭാഗമായ 1 ദിവസത്തിലെ ആദ്യത്തെ ഫർള് ചെയ്തുകൊണ്ടാണോ നമ്മൾ ഈ ജുമഅക്ക് ഇരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും മനസ്സാക്ഷിയോട് ദീനിയായി ആലോചിക്കുക. ആക്ഷേപമോ കുറ്റപ്പെടുത്തലൊന്നുമല്ല, മറിച്ച് നമ്മൾ ആലോചിക്കുക.
ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ദിവസത്തിൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഒരു ദിവസത്തിൽ അള്ളാഹുവിനോട് നമ്മൾ നിർവഹിക്കേണ്ട ആദ്യത്തെ ഫർള് എന്താണ്? എഴുന്നേൽക്കുമ്പോഴുള്ള പ്രാർത്ഥന സുന്നത്താണ്. ഒരു പ്രഭാതം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നിസ്കരിക്കാൻ 2 റക്അത്ത് സുന്നത്താണ്. സുന്നത്ത് നിസ്കാരാണ്. ദിക്റുകൾ, ഖുർആൻ പറഞ്ഞൊക്കെ സുന്നത്താണ്. ഫർള് എന്താണ്? അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് നമ്മൾ സുബഹി നമസ്കരിക്കുക എന്നുള്ളതാണ് ഫർള്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആലോചിച്ചു നോക്കൂ. ഇന്നലെയും മിനിയാതുമായി മരണപ്പെട്ടു പോയ ആളുകൾക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ അവർക്കിന്ന് മുതൽ അവരുടെ മക്കളുടെ വിളി കേൾക്കാൻ അല്ലാഹ് സൗകര്യം കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്ക് തന്നല്ലോ. ബാപ്പ ഉമ്മ എന്താ മക്കളെ വിശേഷം എന്ന് അവരുടെ മക്കള് ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കുന്നത് കേൾക്കാൻ അവർക്കിന്ന് കഴിയില്ല. മണ്ണിന്റെ അടിയിലാണ്. നമ്മളല്ല മണ്ണിന്റെ മുകളിൽ അള്ളാന്റെ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചെന്നല്ല. അവർക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിയെ സുഖല്ലേ എന്നൊരു ബാപ്പിയമ്മയും ചോദിക്കുന്നത് കേൾക്കാൻ ഇന്ന് അവർക്ക് അള്ളാഹു ആയുസ് കൊടുത്തില്ല. പൈസ ഇല്ലാത്തതിന്റെ പേരിലല്ല, അള്ളാഹു അവർക്ക് നിശ്ചയിച്ച ആയുസ് അതായിരുന്നു. പക്ഷെ നമുക്ക് നമ്മളെ ഭാര്യനെയും മക്കളെയും ഭർത്താവിനും കുട്ടികളെയും ബാപ്പിയമ്മയുള്ളവർക്ക് അവരെയും നാട്ടുകാരും കൂട്ടുകാരും മഹല്ലിനും നമ്മുടെ ഫോണും നമ്മുടെ കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കാൻ അള്ളാഹു ഓരോ ദിവസവും അധികമായി പലരെക്കാളും ആയുസ് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പടച്ചവനോടൊരു ദിവസത്തിൽ ആദ്യമായി നമ്മൾ നിർവഹിക്കേണ്ട ഫർള് നിർവഹിച്ചുകൊണ്ടല്ലേ നമ്മൾ നന്ദി കാണിക്കേണ്ടത്? ഒന്നുകൂടി നമ്മളോട് ചോദിക്കുക. അള്ളാഹുവിന്റെ മുന്നിൽ 2 വിഭാഗമാണ് ഉണ്ടാവുക. ഒന്ന് നന്ദി കാണിച്ചവർ, 2 നന്ദി കേടു കാണിക്കുന്നവർ. അതിൽ നമ്മുടെ പേര് റമളാനിലോ നമ്മുടെ വീടുകളിൽ ഒരു മരണം സംഭവിക്കുമ്പോഴോ മാത്രം സുബഹി ജമാഅത്തിന് വരുമ്പോൾ നന്ദി കാണിക്കുന്നവൻ എന്ന ലിസ്റ്റിൽ പെടുന്നവരാണോ നമ്മൾ? ഒരു വർഷത്തിലെ മഹാഭൂരിപക്ഷം ദിവസവും നന്ദികേട് കാണിച്ചവരുടെ ലിസ്റ്റിൽ പെടുന്നവരാണോ നമ്മൾ എന്ന് നമ്മൾ നമ്മളോട് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ പക്കൽ, അള്ളാന്റെ ലഡ്ജറിൽ നന്ദികേടു കാണിച്ചവരുടെ ലിസ്റ്റിലാണ് എന്റെയും നിങ്ങളുടെയും പേരെങ്കിൽ ഈ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ പള്ളിയിൽ വന്നതിന്റെ അർത്ഥം എന്താണ്? അള്ളാന്റെ ലഡ്ജറിൽ എന്റെയും നിങ്ങളുടെയും പേര് നന്ദികേടു കാണിച്ചവരുടെ താഴെയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഈ പള്ളി ഇരിക്കുന്നതിന്റെ ആത്മാർത്ഥത എന്താണ്? സ്വയം നമ്മൾ ആലോചിച്ച് നോക്കുക. അതിനൊരു മാറ്റം ഉണ്ടാകണം. നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് ഒരു ന്യായവും മനസ്സിൽ കാണാതെ ബിസ്മി ചൊല്ലി നാളെ മുതൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായേ പറ്റൂ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ നമ്മളോട് സുബഹിക്ക് ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞത് എത്ര താല്പര്യത്തിലാണെന്നറിയോ? നമ്മളൊക്കെ സാധാരണ മനുഷ്യരല്ലേ. നമ്മുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വീട്ടിലേക്ക് 1-2 അതിഥികൾ വന്നു. നമ്മൾ അവരെ കയറ്റിയിരുത്തി. അവർ നമ്മളോടൊന്ന് പറയാൻ, അടുത്ത മാസം കേരളത്തിൽ VIP-കൾക്ക് മാത്രം നടത്തുന്നൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാക്കന്മാരും അടക്കം മതത്തിന്റെ നേതാക്കന്മാരും രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരും പണക്കാരും എല്ലാം ഒരുമിച്ച് ചേരുന്ന വലിയൊരു ഫംഗ്ഷനാണ്, ഔദ്യോഗിക ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ താങ്കളും പങ്കെടുക്കണം. അതിന് ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. നമ്മൾക്ക് കാർഡ് തന്നു, കുടുംബസമേതം വരണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആ സമയത്ത് തയ്യാറായാൽ മതി, വാഹനം കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. എത്ര സന്തോഷമുണ്ടാവും കൂട്ടരെ, നമ്മൾക്ക് എത്ര ആഹ്ലാദമുണ്ടാകും. നമ്മൾ പിന്നീട് ഒരു 10 കൊല്ലം ജീവിച്ചു കഴിഞ്ഞാലും ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത സംഭവം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു വേള നമ്മളത് പറയും. എങ്കിൽ നമ്മുടെ മരണശേഷം ഒരാൾ ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ല, മലിക്കുൽ ജബ്ബാറായ അള്ളാഹു, ഈ ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന നാഥൻ ഒരു വിരുന്നൊരുക്കുന്നുണ്ട്. ആ വിരുന്നിലെ മുഖ്യാതിഥികൾ അമ്പിയാക്കന്മാരാണ്. മുഹമ്മദ് നബി ഉണ്ടാകും, ഇബ്രാഹിം നബി ഉണ്ടാകും, അമ്പിയാക്കന്മാർ മുഴുവൻ ഉണ്ടാകും, അലൈഹിമുസ്സലാത്തു വസ്സലാം, മുഴുവൻ നബിമാരുണ്ടാകും, സഹാബ കിറാം ഉണ്ടാവും. ആ വിരുന്നിൽ, അള്ളാഹു ഒരുക്കുന്ന വിരുന്നിൽ നമ്മുടെ മഹല്ലിൽ നമ്മളും ഉണ്ടാകണം. അതുണ്ടാകാൻ പ്രവാചകൻ പറഞ്ഞ കാര്യം എന്തെന്നറിയോ? മൻ ഖദാ ഇലാ മസ്ജിദിൻ വറാഹ,
ഒരാൾ സുബഹിക്ക് പള്ളിയിലേക്ക് വന്നു, അസറിനും പള്ളിയിലേക്ക് വന്നു. അഅദ്ദല്ലാഹു ലഹു നുസ്ലഹു മിനൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ചൊരുക്കുന്ന വിരുന്നിലേക്ക് അവരെയും അല്ലാഹു ക്ഷണിക്കും. നമ്മുടെ മഹല്ലിൽ നിന്നും അല്ലാഹു ആളുകളെ ക്ഷണിക്കും. ആ ലിസ്റ്റിൽ നമ്മുടെ പള്ളിയിൽ വന്ന, ഈ മഹല്ലിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത മഹല്ലുകളിൽ നിന്ന് ഖുത്ബ കേൾക്കാൻ വേണ്ടി വന്ന നമ്മൾ ആലോചിക്കുക, ആ ലിസ്റ്റിൽ നബിമാരുടെ കൂടെ നമ്മുടെ പേരുമുണ്ടാകണം, സഹാബാക്കളുടെ കൂടെ നമ്മുടെ പേരുണ്ടാകണം. അമ്പിയാക്കന്മാരെ വിളിക്കുന്നത് പോലെ നമ്മളെയും അല്ലാഹു വിളിക്കണം. അതിന് നമ്മൾ സുബഹിക്ക് പള്ളിയിൽ വരണം. അതാണ് അല്ലാഹു അതിന് വെച്ച മാനദണ്ഡം. വിളിക്കാനുള്ള മാനദണ്ഡം തൗഹീദിന്റെ കൂടെ, ഇബാദത്തിന്റെ കൂടെ പള്ളിയിലേക്ക് സുബഹിക്ക് എത്തുന്നുണ്ടോ അവരെ ഞാൻ വിളിക്കുമെന്നാണ്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നത് എല്ലാവർക്കും അറിയാം. ലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറുൻ. ഒരാളും സഹായിക്കാൻ കഴിയൂല, ഒരാളുടെയും ശുപാർശ കൊണ്ട് രക്ഷപ്പെടാനും കഴിയില്ല. വിളവത്തരം കൊണ്ടോ പൈസ കൊണ്ടോ സംസാര വൈഭവം കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയാത്ത പരലോകം. ആ പരലോകത്ത് എന്തു ചെയ്യണമെന്നറിയാതെ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, അമ്പിയാക്കന്മാർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. കേട്ടുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുമെന്നാണ്. പടച്ചോനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ കാക്കേണമേ, അല്ലാഹുവേ സ്വർഗം നൽകണമേ എന്ന് ഭയചകിതരായി നമ്മൾ അല്ലാഹുവിനോട് എന്തു സംഭവിക്കുന്നു എന്ന് പോലും അറിയാതെ വെപ്രാളപ്പെട്ട് പരലോകത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലാഹു പരലോകത്ത് വെച്ച് ഒരു പ്രകാശം, പൂർണ്ണമായൊരു പ്രകാശം അല്ലാഹു ഒരുക്കും. ആ പ്രകാശത്തിലേക്ക് അല്ലാഹു ചില മനുഷ്യരെ വിളിച്ചുകൊണ്ടുവരും. ആ പ്രകാശത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരുന്നവർ സ്വർഗം ലഭിച്ചവരായി മാറി, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായി മാറി, അല്ലാഹുവിന്റെ തൃപ്തിയുള്ളവരായി മാറി. അവർക്ക് അല്ലാഹു ഈ ദുനിയാവിൽ വെച്ച് തന്നെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. സഹാബാക്കൾ ആഗ്രഹം കൊണ്ട് നബിയോട് ചോദിക്കാൻ, നബിയെ ഞങ്ങൾ അതിലുണ്ടാകോ? അല്ലാഹു പരലോകത്ത് പൂർണ്ണമായും പ്രകാശം നൽകി അതിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവർ, പാപമോചനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നവർ, നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടതില്ല എന്ന് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നവർ, ഞങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടാകുമോ പ്രവാചകരെ? പ്രവാചകന്റെ മറുപടി ബശ്ശിർ, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ആർക്കാണ് നബിയെ? അൽ മശാഈന ഫിൽ വലമി ഇലൽ മസാജിദ് ബിന്നൂരി താം യൗമൽ ഖിയാമ. സുബഹിക്ക് ഇരുട്ടത്ത് പള്ളിയിലേക്ക് വരുന്നവന്, അവൻ ഇരുട്ടത്താണ് വന്നത്, അലാറം വെച്ചാണ് വന്നത്, ഉറക്കച്ചടപ്പിൽ നിന്ന് പരലോകത്തെ സ്വർഗം പ്രതീക്ഷിച്ചാണ് വന്നത് എന്നതുകൊണ്ട് ആളുകൾ മുഴുവൻ അന്ധകാര നിബിഡമായ അവസ്ഥയിൽ നിൽക്കുന്ന പരലോകത്ത് അവർക്കാണ് അല്ലാഹു പൂർണ്ണമായ പ്രകാശം നൽകുക. സുബഹിക്ക് വന്നവന് അല്ലാഹു പൂർണ്ണമായ പ്രകാശം നൽകും. അവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്നറിയിക്കുന്നു. അതിൽ ഞാനും നിങ്ങളും ഉണ്ടാകണം. നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൂടാ, നമ്മൾ മുവഹിദുകളാണ്. നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൂടാ, നമ്മൾ നിസ്കരിക്കുന്നവരാണ്. നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൂടാ, നമ്മുടെ പിതാക്കന്മാർ തൗഹീദിന് വേണ്ടി ജീവാർപ്പണം നടത്തിയവരാണ്. നമ്മൾക്ക് അസ്വർഗവും അള്ളാഹുവിന്റെ പ്രകാശവും നഷ്ടപ്പെട്ടുകൂടാ. യുവാക്കളെ, നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൂടാ, അത് നമ്മുടെ തീരുമാനമാകണം. കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ അള്ളാഹുവിനോട് നമ്മൾക്ക് സ്വർഗം കിട്ടുവാനും പാപമോചനം കിട്ടുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പലരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് നേരാറില്ലേ? ഹജ്ജിന് പോകുന്നവരോട്, ഉംറയ്ക്ക് പോകുന്നവരോട്, ഉസ്താദുമാരോട്, സ്നേഹിതന്മാരോട്, പള്ളിയിൽ കാണുന്നവരോട് നമ്മൾ പറയും, പ്രാർത്ഥിക്കണടാ, ഇൻഷാ അല്ലാഹ് ഓർമ്മ ഉണ്ടാവുമ്പോൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാ സഹോദരങ്ങളെ? നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും അള്ളാഹു സ്വീകരിക്കുക നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതാണ്. എങ്കിൽ അത് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു സ്വീകരിക്കുന്നത് മലക്കുകളുടെ പ്രാർത്ഥനയാണ്. സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്ന് പറഞ്ഞുതരുമോ? അതിന് പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഒരു മലക്ക് അള്ളാഹുവിനോട് ലോകത്തുള്ള മുഴുവൻ കുറ്റവാളികളുടെയും പാപങ്ങൾ പൊറുക്കാൻ, ലോകത്തുള്ള മുഴുവൻ കുറ്റവാളികളെയും പാപം പൊറുക്കാൻ ഒരു മലക്ക് അല്ലാഹുവിനോട് ഒരു തവണ തേടിയാൽ മതി, അത് അല്ലാഹു സ്വീകരിച്ചാൽ മതി. രണ്ടാമത് പ്രാർത്ഥിക്കണ്ട, അത്രയും ശ്രേഷ്ഠമാണ് മലക്കുടെ പ്രാർത്ഥന. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം നമുക്ക്. നമ്മുടെ അമലുകൾ എഴുതുവാൻ ഒരു ദിവസം
2 തവണകളായിട്ടാണ് അള്ളാഹു മലക്കളെ ഇറക്കുക. സുബഹിയും അസറുമാണ് പരിമിതി. സുബഹി മുതൽ അസർ വരെ, 2ാം ഘട്ടം അസർ മുതൽ സുബഹി വരെ. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കാൻ വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്സലാത്തുൽ അസർ. ആ 2 മലക്കുകളും സ്വലാത്തു സുബഹിനും സ്വലാത്തുൽ അസറിനുമാണ് കണ്ടുമുട്ടുക. മലക്കുകൾ, നമ്മുടെ അമലുകൾ എഴുതുന്ന മാലാഖമാർ, അവർ തിരിച്ചു വരുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കുന്ന ചോദ്യം ഫയസ്അലുലഹും വഹുവ അഅലമു ബിഹിം. അള്ളാഹുവിന് അറിയാം. ആ വാചകം കേട്ടോ, അള്ളാഹ്ക്കറിയാം നമ്മൾ എന്താ ചെയ്തത്. പക്ഷെ അള്ളാഹുവിനെ അറിഞ്ഞിട്ടും അള്ളാഹു മലക്കളോട് ചോദിക്കും. എന്ത് ചോദിക്കും? കൈഫ തറക്തും ഇബാദി, നിങ്ങൾ വരുമ്പോൾ എന്റെ അടിമകൾ എന്തു ചെയ്യുകയായിരുന്നു. ഹദീസിലെ അള്ളാഹുവിനെ അറിയാമല്ലോ, അള്ളാഹുവിനെ അറിഞ്ഞിട്ടും അള്ളാഹു മലക്കളോട് ചോദിക്കും എന്ന് പറയാൻ കാരണം എന്താണ് അള്ളാഹു മലക്കളോട് ചോദിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അള്ളാഹു അതിനുശേഷം ആ മലക്കുകളോടും മലക്ക് പടച്ചോനോടും എന്തുത്തരമാണ് പറഞ്ഞത് എന്ന് നമ്മൾക്ക് മനസ്സിലാകാൻ. എന്താ അള്ളാഹിനെ ചോദിച്ചറിയോ? സുബഹിക്ക് ശേഷം അള്ളാഹുവിലേക്ക് തിരിച്ചു വന്ന മലക്കളോട് അള്ളാഹു ചോദിക്കാൻ, തിരിച്ചു വന്നപ്പോൾ എന്റെ അടിമ എന്തു ചെയ്യുകയായിരുന്നു? മലക്കിന്റെ മറുപടി, സുബഹിക്ക് പള്ളിയിൽ വന്നവരുടെ ഇബാദത്തിന്റെ കണക്കെഴുതിയ മലക്കിന്റെ മറുപടി ഫയഖൂലൂൻ തറക്കിനാഹും വഹും യുസല്ലൂൻ. അല്ലാഹുവേ, നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അവരെ വിട്ട് അവരുടെ അമലുകൾ എഴുതി ഞാൻ നിങ്ങളിലേക്ക് വന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ വാക്ക്, പടച്ചോനോട് മലക്കൾ പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും ഫീ യൗമിൽ ഖിയാമ. പടച്ചോനെ, അതുകൊണ്ട് സുബഹിക്ക് പള്ളിയിൽ ഹാജരായ അവർക്ക് നാഥ, നീ ഒരു പാപം പോലുമില്ലാതെ നീ സ്വർഗം നൽകണമേ, പാപമോചനം നൽകണമേ എന്ന് ഓരോ ദിവസവും സുബഹിക്ക് മലക്കുകൾ നമ്മുടെ പള്ളികളിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്ക് വേണ്ടി? വീട്ടിൽ നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല വിശ്വാസികളെ, പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഓരോ ദിവസവും മലക്കുകൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ മഹല്ലിൽ. ഓരോ ദിവസവും പള്ളികളിൽ ജമാഅത്തിന് സുബഹിക്ക് വന്നവർക്ക് വേണ്ടി മലക്കൾ പടച്ചോനോട് നാഥ, നീ അവർക്ക് സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നമ്മൾക്കല്ലാതെ ഇനി ആർക്കാണ് കിട്ടാനുള്ളത്? അള്ളാഹുവിന്റെ വിരുന്ന് കിട്ടേണ്ടവരാരാണ്? ശിർക്ക് ചെയ്യുന്നവരോ, ഖബറിൽ പോയി കുമ്പിടുന്നവരോ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ അല്ല. മുവഹിദുകളെ, നമ്മൾക്കല്ലേ അള്ളാഹുവിന്റെ വിരുന്ന് കിട്ടേണ്ടത്? മുവഹിദുകളെ, പരലോകത്ത് അല്ലാഹു നൽകുന്ന പ്രകാശം ആർക്കാണ് കിട്ടേണ്ടത്? എനിക്കും എന്റെ ഉപ്പാക്കും എന്റെ ഉമ്മാക്കും എന്റെ ജേട്ടനും അനിയനും നമ്മൾക്കല്ലേ കിട്ടേണ്ടത്? അല്ലേ? താൻ തോന്നിയായി തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകൾക്കാണോ? അതിന് നമ്മൾ സുബഹിക്ക് പള്ളിയിൽ വരണം. ഓരോ ദിവസവും നമ്മുടെ മഹല്ലിൽ മലക്കുകൾ നടത്തുന്ന പ്രാർത്ഥനയിൽ ആരാണ് ഉൾപ്പെടേണ്ടത്? നമ്മളാണ് ഉൾപ്പെടേണ്ടത്. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മാറ്റമുണ്ടാകണമെന്ന് പറഞ്ഞറിയോ? വ്യക്തിപരമായിട്ടാണ് ഇത് തീരുമാനിക്കേണ്ടത്. ഞാനാണ് നാളെ മുതൽ അലാറം വെക്കേണ്ടത്, ഞാനാണ് എഴുന്നേൽക്കേണ്ടത്. അതിനൊരാളെയും ഞാൻ കൂടെ കാണേണ്ടതില്ല. ഞാനാണ് സ്വന്തം തീരുമാനിക്കേണ്ടത്. അറിയുമോ, ലോകത്ത് ബാങ്ക് കേൾക്കാതെ സുബഹിക്ക് ജമാഅത്ത് നിസ്കരിക്കണോലുണ്ട്. പള്ളിയില്ലാതെ ടാർപ്പായക്കകത്ത് സുബഹിക്ക് ജമാഅത്ത് നിസ്കരിക്കണോലുണ്ട്. ഇല്ലേ? ഫലസ്തീനിൽ നമ്മൾ കാണില്ലേ? റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നമ്മൾ കാണില്ലേ? പട്ടിണി കൊണ്ട് സുജൂദും റുക്കൂഉം ചെയ്യാൻ പോലും കഴിയാത്ത, ഇരുന്നു കൊണ്ട് ജമാഅത്ത് നിസ്കരിക്കുന്ന സുബഹിക്ക് വരുന്ന ആൾക്കാരുണ്ട്. വീൽ ചെയറിൽ പോയി സുബഹിക്ക് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഫലസ്തീനിലെ കുട്ടികൾ തകർന്നു വീണ കെട്ടിടത്തിന്റെ മുകളിൽ പോയിട്ട് സുബഹി നിസ്കരിക്കുന്നത് വീഡിയോയിൽ ആരെങ്കിലും പകർത്തിയാൽ അതിന്റെ ബാക്കിൽ ബാങ്കിന്റെയോ ഇഖാമത്തിന്റെയോ ഖുർആൻ പാരായണത്തിന്റെയോ BGM ഇട്ടിട്ട് നമ്മളത് സ്റ്റാറ്റസ് ഇട്ടിട്ട് മുസ്ലിം ലോകത്തിന്റെ ഇസ്സത്ത് എന്ന് പറയുമ്പം നമ്മളോട് ആലോചിക്കണ്ടേ? പടച്ചോൻ ചോദിക്കൂലേ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമ്മൾ അല്ലാഹ് ചോദിക്കൂലേ, എടാ, ബോംബ് വർഷിക്കുന്നിടത്ത് സുബഹിക്ക് പള്ളിയിൽ പോയ അവർ നിസ്കരിച്ചാൽ കഠാര തലയിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞിട്ടും അള്ളാഹുവിന്റെ മുന്നിൽ കൈകൾ കെട്ടിയ അവർ നടക്കുന്ന സ്ഥലത്തടിയിൽ നിന്ന് കുടി ബോംബ് പൊട്ടിയാൽ അവസാനത്തെ ദിവസമാണെന്നറിഞ്ഞിട്ടും സുബഹിക്ക് പള്ളിയിൽ പോയ അവർ, ഒരു രാജ്യത്ത് ഇത്രയും സുരക്ഷിതമായൊരു നാട്, മഹല്ലുകൾ, പള്ളി, ഇഖാമത്ത്, ഇമാം, സൗകര്യം, ഫാനുകൾ, വാഹനം, ആയുസ് എല്ലാം നൽകിയിട്ടും എന്തേടാ പോകാഞ്ഞത് എന്നല്ല ചോദിക്കുമ്പോൾ ഒരു വാചകം പോലും മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ കൂട്ടരെ. അങ്ങാടി എന്ന് പറയാ,
നമ്മൾ അങ്ങാടി എന്ന് പറയാ. പക്ഷെ പടച്ചോനോട് പറയാൻ നമുക്ക് കഴിയോ? വീൽ ചെയറിൽ സുബഹിക്ക് പള്ളിയിൽ പോയവരും ഒരു കാലില്ലാതെ മറ്റൊരു കാലിൽ വടികൾ ഊന്നി പള്ളിയിലേക്ക് സുബഹിക്ക് പോന്നവരും അള്ളാന്റെ മുന്നിൽ വന്നിട്ട് പടച്ചോനെ എനിക്ക് പ്രകാശം കിട്ടാനും എനിക്ക് അള്ളാഹുവിന്റെ വിരുന്ന് കിട്ടാനും മലക്കുടെ പ്രാർത്ഥന കിട്ടാനും വന്നവനാണ് പടച്ചോനെ ഞാൻ എന്ന് പറയുമ്പം രണ്ട് കാലും കൈകളും വാഹനവുമുള്ള നമ്മളോടുള്ളേക്കൂലേ ഇവന്റെ മുന്നിൽ മറുപടി പറയണം. എന്താ നമ്മൾ പറയാ? യുവാക്കളെ, നമ്മുടെ മാതൃക സഹാബാക്കളല്ലേ? നമ്മുടെ മുന്നിൽ ആരാണ്? നമ്മുടെ സഹാബാക്കളല്ലേ? ആ സഹാബാക്കൾ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയായവർ. അവരെ പോലല്ലേ നമ്മൾ ആകേണ്ടത്? ഓരോ ആശുപത്രിയിൽ നമ്മൾ ഈ ഖുത്ബ പറയുമ്പോഴേ ആശുപത്രിയിൽ കിടക്കുന്ന സാധുക്കളായ മനുഷ്യന്മാരുണ്ട്. അവർ ജുമഅന്റെ ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേ കണ്ണൊന്നറിയാതെ, അവർ പോലും അറിയാതെ കണ്ണുനീര് വരുന്നുണ്ട്. പടച്ചോനെ, ഒരു ജുമഅക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ. രോഗികളെ സന്ദർശിക്കുമ്പോ, നട്ടല് തകർന്നവരെ സംരക്ഷിക്കുമ്പോ, നമ്മൾ പോയി സന്ദർശിക്കുമ്പോ, അസുഖബാധിതരായി ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ പോയി സന്ദർശിക്കുമ്പോ, രോഗവിവരങ്ങൾ അന്വേഷിക്കുമ്പം അവരോട് എന്താണ് നിങ്ങൾ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ മുസ്ലിമായ മഹാഭൂരിപക്ഷ ആളുകളും രോഗം മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നതോടൊപ്പം എന്താ പറയോ? ഒന്ന് എഴുന്നേറ്റ് പള്ളിക്കൊക്കെ ഒന്ന് പോകാൻ കഴിഞ്ഞിക്കണമെങ്കിൽ. സഹോദരങ്ങൾ, ഇപ്പൊ നമുക്ക് കയ്യും കാലും ഹൃദയത്തിനും പ്രശ്നമല്ല, ക്രിയാറ്റിന് അധികമൊന്നും കൂടിയിട്ടില്ല, വിറ്റാമിൻ ഡിക്ക് കുറച്ച് കുറവേ ഉള്ളൂ, അറ്റാക്ക് നമുക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന് വന്നിട്ടും നമ്മൾ ബൈപ്പാസ് നിൽക്കുകയാണ്, നമുക്ക് ജീവൻ പോയിട്ടില്ല. നമ്മുടെ കാലിന് ചെറിയ രൂപത്തിൽ തളർച്ച വന്നാൽ പള്ളിക്കെന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാതെ 2 മണി മുതൽ 6 മണി വരെ ഉറക്കമില്ലാതെ വീട്ടിൽ കിടക്കുമ്പം പടച്ചോനെ ഈ കാലോണ്ടൊന്ന് നടക്കാൻ കഴിഞ്ഞതിൽ ആഗ്രഹിക്കും. അന്ന് കടിയില്ല. ഇപ്പൊ നമ്മൾക്ക് ആയുസുണ്ട്. നമുക്കൊരു നെഞ്ചുവേദന വന്ന് ആശുപത്രി കിടന്ന് ഡോക്ടർ പറയാൻ 6:30 മണിക്കല്ലാതെ എഴുന്നേൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് അതനുസരിക്കേണ്ട ഒരു സ്വാഭാവികമാണ്. അന്ന് നമുക്ക് റാഹത്തുണ്ടാവില്ല. പടച്ചോനെ, അതുവരെ എനിക്കൊന്ന് ചെറിയൊരു അരമണിക്കൂർ ഞാനൊന്ന് അലാറം വെച്ചിരുന്നെങ്കിൽ പടച്ചോന്റെ മുന്നിൽ എനിക്ക് പറയാമായിരുന്നു, ഇനി മരിക്കും വരെ വേറെ എന്റെ ജീവിതത്തിൽ ഒരു എതിർ പറയാനില്ലല്ലോ എന്നാലോചിച്ച് സങ്കടപ്പെടേണ്ടി വരും. സഹോദരങ്ങളെ, നമ്മൾ തീരുമാനിക്കണം, നമ്മുടെ മഹല്ലുകളും നമ്മുടെ വീടുകളും സുബഹിക്കെഴുന്നേറ്റ് തുടങ്ങണം. അവിടെയാണ് ബർക്കത്തുള്ള മഹല്ല്. ആ വീടാണ് അല്ലാഹുവിന് ഇഷ്ടം. സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ചത് എവിടെ വെച്ചിട്ടാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിച്ച് പള്ളിക്കെന്ന്. ഏത് സമയത്താണ്? സുബഹിക്ക്. എന്താ പറ്റിയത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തി. ഇമാമ് നിൽക്കുന്ന നമ്മുടെ ഖലീഫയെ, ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ, ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരാളെ കുത്തി. രക്തം ഇങ്ങനെ പുറത്തേക്ക് വന്നു. ജീവിതത്തിന്റെ അവസാന സമയത്ത് ബോധക്ഷയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തളർന്ന് താഴേക്ക് വീണു. നിസ്കാരത്തിനിടയിലാണ് വീണത്. നിസ്കാരത്തിനിടയിൽ, സുബഹി നിസ്കാരത്തിനിടയിലാണ് വീണത്. സഹാബാക്കൾ ബലിഷ്ഠനായ, കരുത്തുള്ള, ഈമാനികമായും ശാരീരികമായും കരുത്തുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഹിക്കാൻ വേണ്ടി തളർന്നു വീണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉയർത്താൻ വേണ്ടി ശ്രമിച്ചു. കഴിയുന്നില്ല. ആ സമയത്ത് ഇടക്കിടക്ക് ബോധം തെളിയുമ്പോ അവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂടി പരിശ്രമിച്ചാൽ ഉയർത്താൻ കഴിയും എന്നതുകൊണ്ട് അവരുടെ അദ്ദേഹത്തിന്റെ ചെവിയിൽ പോയി പറഞ്ഞ വാക്കെന്തറിയോ? യാ ഉമർ, യാ അമീറുൽ മുഅ്മിനീൻ, അസ്സലാ അസ്സലാ. അമീറുൽ മുഅ്മിനീൻ, സുബഹി നിസ്കാരത്തിന്റെ ഇടക്കാട്ട വീണത്. ഫുള്ളാക്കിയിട്ടില്ലട്ടോ, മുഴുവനാക്കിയിട്ടില്ലട്ടോ, പൂർത്തിയാക്കിയിട്ടില്ലട്ടോ. സഹോദരങ്ങളെ, ബോധത്തിനിടയിൽ, ബോധക്ഷയത്തിന്റെ ഇടയിൽ കേൾക്കും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ ശ്രമിക്കാൻ. എന്നിട്ട് ബോധം തെളിയുമ്പോ പറഞ്ഞ വാക്കെന്നറിയോ? നഅം, അതെ, ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ. നിസ്കാരം ഒഴിവാക്കിയാൽ പിന്നോന് മുസ്ലിം അല്ലല്ലോ. നിങ്ങൾ ഇന്നെ ഉയർത്തിനടാ, എനിക്ക് ബാക്കി പൂർത്തിയാക്കണമെടാ. എന്തേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ കാരണം അറിയോ? നബി അവരെ പഠിപ്പിച്ചു കൂട്ടരെ. മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. സ്വർഗം വേണോ? സുബഹിക്കും അസറിനും ജമാഅത്തിൽ പങ്കെടുക്കണട്ടോ. അസറിന്റെ സമയം ചിലപ്പോൾ നിങ്ങൾ ജോലി തിരക്കിലായിരിക്കും, വീട്ടിലുണ്ടോ? പങ്കെടുക്കണം. പക്ഷെ സുബഹിക്കൊരു ജോലി ഇല്ലട്ടോ, സുബഹിക്കൊരു യാത്രയും നിങ്ങളില്ലട്ടോ, സുബഹിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എഴുതുറും പറയാനില്ലട്ടോ. അവനവന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി നിൽക്കാനിട്ടോ. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗാനിട്ടോ. നഷ്ടപ്പെടുത്തരുത്. കുത്തുകൊണ്ട് വീഴുമ്പോ പോലും എഴുന്നേൽക്കാൻ സഹാബത്ത് കാണിച്ചത് സുബഹി നിസ്കാരാണ്. ഉയർന്നോന്നാണ്. നമ്മൾ മരിക്കാനായിട്ടില്ല കൂട്ടരെ. ഇപ്പോ നിലവിൽ
പക്ഷെ നമ്മൾ വരുന്നുണ്ടോന്ന് ആലോചിക്കുക. ആക്ഷേപിച്ചോണ്ടല്ല, ആ പുണ്യം നമുക്ക് നട്ടാകാതാക്കാൻ വേണ്ടി പറയാൻ. ഒരാളും നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താക്കന്മാരോ നമ്മുടെ കുടുംബമോ ആരും ചിലപ്പോൾ അത് പറഞ്ഞെന്നോളുന്നില്ല. പക്ഷെ അള്ളാഹു റസൂൽ പറഞ്ഞത് എന്തിനറിയോ? നമുക്ക് സ്വർഗം കിട്ടാൻ. സഹോദരിമാരെ, ഈ പഠിപ്പിച്ച ശ്രേഷ്ഠത നബി മദീന പള്ളിയിൽ നിന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ് സഹോദരിമാർ വിവാഹത്തിന് മാനദണ്ഡം വെച്ചു. എന്തെന്നറിയോ? ഞങ്ങളെ സുബഹിക്ക് പള്ളിയിലേക്ക് വിടുമെങ്കിൽ ഈ കല്യാണത്തിന് ഞങ്ങൾ തയ്യാറാണ്. സഹാബിവന്മാർ മാനദണ്ഡം വെച്ചു, ഞങ്ങൾക്ക് സുബഹിക്ക് പള്ളിക്ക് പോകണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലൈസ ഇദാ കാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലയുസല്ലി അസ്സുബഹ് സുബഹിക്ക് നബി നിസ്കരിക്കാൻ, ഫയൻസരിഫു അന്നിസാ നിസ്കാരം കഴിഞ്ഞ് സഹോദരിമാർ പോകും, ബിമുറൂതിഹിന്ന മുതലാലിആത്തിൻ ബിമുറൂതിഹിന്ന അവർ ഇരുട്ടത്ത് മൂടുപടങ്ങൾ ഉപയോഗിച്ച് അവർ തണുപ്പിനോ കാറ്റടിക്കാതിരിക്കാനോ ഉള്ള മൂടുപടങ്ങൾ ശരീരത്തിൽ കെട്ടി അവർ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്നറിയോ? ഞാൻ ഇമാമത്തിന് കൈകെട്ടും, അല്പം ദീർഘിച്ചോദാം സുബഹിക്ക് എന്ന് വിചാരിക്കും. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. ഞാൻ പെട്ടെന്ന് കുട്ടികൾക്ക് ബുദ്ധിമുട്ടായാൽ നിസ്കരിക്കുന്ന സഹോദരിമാർക്ക് ബുദ്ധിമുട്ടാകുമല്ലോ, അത് പള്ളിയിൽ വരുന്നതിന് തടസ്സമാകുമല്ലോ എന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റുക്കൂഇലേക്ക് പോകും. സഹോദരിമാരെ, നിങ്ങൾക്ക് നിർബന്ധമില്ല, പക്ഷെ പുണ്യമുണ്ട്. നിങ്ങളുടെ ഇക്കാക്കയെ നിങ്ങൾ പറഞ്ഞയക്കണം. പ്രായപൂർത്തിയായ നമ്മുടെ ആൺകുട്ടികളെ നിങ്ങൾ പറഞ്ഞയക്കണം. കഴിയുമെങ്കിൽ, സാധ്യമാകുമെങ്കിൽ ഇക്കാക്കയുടെയും മക്കളുടെയും കൂടെ നിങ്ങൾ വരണം. അങ്ങനെ വന്ന് കേരളത്തിൽ മാതൃകയായ മഹല്ലും പള്ളിയുമാണ്. ആ പള്ളിക്കെന്നാണ് ഈ സംസാരിക്കുന്നത്. മുടങ്ങിക്കൂടെ അമ്മാരെ, അവനവന്റെ പേരമക്കളെ 6:15 എഴുന്നേൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഫർളില്ല എന്ന് പറയലല്ല ദീൻ. ഇക്കാക്കയും ബാപ്പയും എഴുന്നേക്കുന്ന സമയത്ത് വീട്ടിൽ നിന്നാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്. വീട്ടിൽ ഉമ്മാന്റെ കീഴിൽ പ്രായപൂർത്തിയായ പെൺകുട്ടികളെയും കൊണ്ട് അവിടെ വെച്ച് ജമാഅത്ത് നിസ്കരിക്കലാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പുണ്യം. ഞങ്ങൾക്കത് ഫർളില്ലല്ലോ, ശരിയാണ്, ഫർളില്ല, പക്ഷെ പുണ്യമുണ്ട്. ആ പുണ്യം നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്ത്രീകൾ ചോദിച്ചപ്പം ഭർത്താക്കന്മാർ അയക്കാതെന്നപ്പോഴാണ് പ്രവാചകർ പറഞ്ഞത്, ലാ തംനഉ ഈമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ നല്ലവരായ സഹോദരികളായ അടിമകളെ പള്ളിയിൽ പോകുന്നത് തടയരുതെന്ന് പറഞ്ഞത് ളുഹറിനും അസറിനും ബോർഡിനെ പറ്റി മാത്രമല്ല. അതിന്റെ സബബുൻ നുസൂലിന്റെ മെയിൻ ഭാഗം എന്താ അറിയോ? സുബഹിക്ക് പോകുവാൻ അവർ അനുവാദം ചോദിച്ചു, ഭർത്താക്കന്മാർ കൊടുത്തില്ല. നബിയെ വിളിച്ചു, ഭർത്താക്കന്മാരെ വിളിച്ചിട്ടാ പറഞ്ഞത് അനുവാദം ചോദിച്ചാൽ കൊടുക്കണട്ടോ. സഹോദരിമാരെ, ഇക്കാക്കാനെ നിങ്ങൾ വിളിച്ചുണർത്തണം. പ്രായപൂർത്തിയായ മക്കളെ നിങ്ങൾ പറഞ്ഞയക്കണം. കൂടെ കഴിയുമെങ്കിൽ ആദരവിലും ഇഷ്ടത്തിലും സ്നേഹത്തിലും പറയാൻ, ഈ പുണ്യങ്ങൾ നിങ്ങൾക്കും കിട്ടും, നിങ്ങളും വരണം. അതിന് നീയത്തുണ്ടാകണം. അതിന് ഈ കാക്കയുടെ കൂടെ സ്വർഗത്തിൽ അവരെക്കാൾ മുകളിൽ ഉണ്ടാകണമെന്ന ഇഷ്ടമുണ്ടാകണം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ, നമ്മളിത് കേട്ടു. നമ്മൾ തൽക്കാലം എങ്ങനെ തീരുമാനിക്കാൻ? പെട്ടെന്ന് ഇപ്പൊ ഒരു ഹുത്തുബോണ്ടൊക്കെ നടക്കുവോ? ഞാൻ നോക്കട്ടെ, ഇൻഷാ അല്ലാഹ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാകട്ടെ എന്നാണ് ഞാൻ തീരുമാനിക്കണമെങ്കിൽ 3 കാര്യം പറയാം. 3 കാര്യം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. ഞാൻ ആവർത്തിക്കുന്നു, നാളെ മുതൽ ഇതിന്റെ മാറ്റം എന്റെയും എന്റെ മക്കളുടെയും ജീവിതത്തിൽ ഞാൻ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ എന്റെ മഹല്ലിലും ഖുതുബ കേൾക്കുന്ന വിശ്വാസികളായ നമ്മുടെ ഒരു ദീനിയായ കുടുംബാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് പള്ളിക്കൊക്കെ വന്നു. ഉമ്മമാരോടുകൂടി കേൾക്കാനാട്ടോ പള്ളിക്കൊക്കെ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിൽ നിന്ന് സ്വഫ് ഇങ്ങനെ നേരെയാക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, 1-2 ഏതാനും ചില സഹാബാക്കളെ കാണാനല്ല. നബി ചോദിക്കുകയാണ്, എവിടെ ഇന്ന സഹാബി എവിടെ? സഹാബാക്കൾ, ബാക്കിയുള്ള സഹാബാക്കൾ എന്താ പറയുക? നബിയെ, അവർ ജോലി ക്ഷീണം കൊണ്ട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ, നിസ്കാരം ഒഴിവാക്കല്ല, ജോലി ക്ഷീണം കൊണ്ടും ഉറക്കക്ഷീണം കൊണ്ടും വീട്ടിൽ നിസ്കരിക്കാൻ, അതുകൊണ്ടാണ് പള്ളിയിൽ വരാത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്താ അറിയുങ്ങളെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായ പ്രവാചകനായ എന്റെ ആഗ്രഹം, അവരെയും കൂട്ടി വിറക് ശേഖരിച്ച് അവരുടെ വീട് തീ കൊണ്ട് ചുട്ട് അവരെയടക്കം ചുടാനാണ്, ചുട്ടുകൊല്ലാനാണ് എനിക്ക് ആഗ്രഹം.
വീണ്ടും നബി പറഞ്ഞ വാക്കെന്തറിയോ? ലൗലാ മാ ഫിൽ ബുയൂതി മിനൻ നിസാ വദുർരിയ. ആ വീട്ടില് സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം അവരുടെ വീട് ചുട്ടുകരിക്കാനായിരുന്നു, അവരെ അടക്കം. അതിന്റെ അർത്ഥം എന്താ? നമ്മളെ മഹല്ലിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണെങ്കിൽ നബിക്ക് വിറക് കൂട്ടി കത്തിക്കാൻ മാത്രം ദേശമുള്ള ഇഷ്ടമില്ലാത്തൊരു വീട് എന്റെ നിങ്ങളും വീടായി മാറാന്ന് പറഞ്ഞാൽ, ആ വീട്ടിൽ നിന്ന് പിന്നീട് സൗങ്ങളെ ഞാൻ എഴുന്നേറ്റിട്ട് എന്റെ കുട്ടിന്റെ രോഗം മാറണേ, പടച്ചോനെ എന്റെ കുടുംബജീവിതം നന്നാക്കേണമേ, അല്ലാഹുവേ എന്റെ വരുമാനത്തിൽ ബർക്കത്തുണ്ടാകണേ. നബിക്ക് വിറക് കൂട്ടി കത്തിക്കാൻ മാത്രം ദേശമുള്ളൊരു വീടാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചാൽ സൗങ്ങളെ എങ്ങനെയാ പടച്ചോ സ്വീകരിക്കുക? ഉമ്മാരെ എങ്ങളാണ് തീരുമാനിക്കേണ്ടത്, വാപ്പാരെ നമ്മളാ തീരുമാനിക്കേണ്ടത്. എന്റെ മഹല്ലിൽ നബിക്ക് വിറക് കൂട്ടി കത്തിക്കാൻ മാത്രം ദേശമുള്ളൊരു വീടായിട്ട് ഞാനൊരു വീട് 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കണ്ട. നബിക്ക് ഏറ്റവും ദേശമുള്ള വീടിന് എന്തിനാണ് ഇത്ര സ്ക്വയർ ഫീറ്റ്? എന്തിനാണ് ആ വീടിന്റെ മുന്നിൽ വണ്ടി? എന്തിനാണ് ആ വീട്ടിൽ AC? എന്തിനാണ് വീട്ടിൽ ഭക്ഷണം? നബിക്ക് ഏറ്റവും വെറുത്ത്, അള്ളാഹ്ക്ക് ഏറ്റവും വെറുത്തൊരു വീടായിട്ട് എന്റെ വീട് മാറരുത് കൂട്ടരെ, മാറരുത്. ഞാനാണ് ഗൃഹനാഥൻ, നമ്മളാ ഗൃഹനാഥൻ, നമ്മളാ തീരുമാനിക്കേണ്ടത്. എന്റെ വീട് അങ്ങനെ ആകാൻ പാടില്ല. നമ്മളോട് പ്രവാചകൻ പറഞ്ഞൊരു വാചകം കൂടി പറയാൻ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ശൈത്താനല്ലേ? ഇന്ന ശൈത്താൻ ലക്കും അദു ഫത്തഖിദുഹു അദുവ. ശൈത്താൻ ശത്രുവാണ്, കൊടിയ ശത്രുവായിട്ട് തന്നെ കാണണം. എന്നിട്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞെന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വെറുക്കപ്പെട്ട മാലിന്യത്തിന്റെ കൂമ്പാരമായ ശൈത്വാനിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. രക്ഷ തേടുന്നു എന്നല്ലേ? ശൈത്വാൻ തന്നെ മോശം അല്ലേ? എങ്കിൽ ശൈത്വാന്റെ മലമൂത്ര വിസർജനമോ? ശൈത്വാൻ തന്നെ മോശം, ശൈത്താന്റെ മലമൂത്ര വിസർജനമോ? അതിനേക്കാളും വൃത്തികെട്ടതും നാറ്റമുള്ളതുമായൊരു സാധനം ഈ ലോകത്തുണ്ടാകുമോ? ആ മലമൂത്ര വിസർജനത്തിന് അല്ലാഹു നിശ്ചയിച്ച സ്ഥലേതാ രസങ്ങളെ? ശൈത്വാന് മലമൂത്ര വിസർജനത്തിന് അല്ലാഹു നിശ്ചയിച്ച സ്ഥലേതാ അറിയോ? സുബഹിക്ക് കഴിവുണ്ടായിട്ടും പോരാത്ത ഒരാളുടെ ചെവി. പ്രവാചകന്റെ വാക്കെന്തറിയോ? ബാല ശൈത്വാൻ ഫീ ഉദ്നിഹി. ശൈത്വാൻ ഒരാളുടെ ചെവിയിൽ മലമൂത്ര വിസർജനം നടത്തും. മാ സാല നായിമൻ ഹത്താ അസ്ബഹ. സുബഹി വരെ അവൻ കിടന്നുറങ്ങുന്നു. മാ ഖാമ ഇല സ്വലാ. ബാങ്ക് കേട്ടിട്ടും പള്ളിയിലേക്ക് വരുന്നില്ല. അതിനർത്ഥം എന്താ സോങ്ങളെ? രാവിലെ എഴുന്നേറ്റിട്ട് പഞ്ഞെടുത്തു അല്ല. പിന്നെയോ ലോകത്തേറ്റവും വെറുക്കപ്പെട്ട ശൈത്വാന്റെ മലമൂത്ര വിസർജനത്തിന്റെ സ്ഥലമായി ഇവിടുത്തെ ഓവുചാല് പടച്ചോൻ നിശ്ചയിക്ക. 10-20 കൊല്ലം വേസ്റ്റുകളിട്ട കേരളത്തിലെ പല സ്ഥലവും പടച്ചോൻ നിശ്ചയിക്ക. അതിനേക്കാളും മാലിന്യമാണ് പടച്ചോന്റെ മുന്നിൽ കഴിവുണ്ടായിട്ടും മഹല്ലുണ്ടായിട്ടും സുബഹിക്ക് എഴുന്നേൽക്കാത്ത എന്റെയും നിങ്ങളുടെയും ശരീരം എന്ന് പറഞ്ഞാൽ, ഈ ശരീരം ശൈത്താന് മലമൂത്ര വിസർജനം നടത്താനാണെങ്കിൽ എന്തിനാ കൂട്ടരെ 10-85 കിലോ? എന്തിനാ കൂട്ടരെ നമ്മൾ അങ്ങനെ വീട്ടിൽ താമസിക്കുന്നത്? അള്ളാഹുവിന് പ്രവാചകന് ഇഷ്ടമില്ലാത്തൊരു വീടും ശൈത്താന് മലമൂത്ര വിസർജനം നടത്താനുള്ളൊരു ശരീരവുമാണ് നമ്മുടെ ഈ ശരീരമെങ്കിൽ ആകരുത് നമ്മൾ തീരുമാനിക്കുക. അള്ളാഹുവിന്റെ പ്രകാശം നമ്മളെ കാത്തിരിക്കുന്നു, മലക്കട പ്രാർത്ഥനകൾ നമ്മളെ കാത്തിരിക്കുന്നു, അള്ളാഹു ഒരുക്കുന്ന വിരുന്നും നമ്മളെ കാത്തിരിക്കുന്നു. അതിലേക്ക് നമ്മൾ മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞ ഈ കാര്യം എന്തൊക്കെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ അത്രയും ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരമാവധി സുബഹിക്ക് നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നവരായി മാറുക. നമ്മുടെ മനസ്സിലെ നമ്മളിത് കേൾക്കുമ്പോഴും അത് ആ സമയത്ത് എനിക്ക് ശീലല്ല മൗലവി എന്നാണ് നമ്മുടെ ഉത്തരെങ്കിൽ, ഞാനെന്തോ അത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്നാണ് നമ്മുടെ മനസ്സിലെങ്കിൽ, ഇപ്പൊ തന്നെ പിന്നെ കൊണ്ട് കഴിയില്ല, ഞങ്ങൾ ചെറുക്കന്മാരൊക്കെ അല്ലേ എന്നാണ് നമ്മുടെ മനസ്സിലെങ്കിൽ, അങ്ങനെ എന്ത് ന്യായം ഇതുമായി ബന്ധപ്പെട്ട് വരാതിരിക്കാൻ എന്ത് ന്യായം ഉണ്ടെങ്കിലും ആ ന്യായത്തെ അള്ളാഹു പറഞ്ഞു തരികയാണ്. നമ്മൾ ഇത്രയും വ്യക്തമായിട്ടൊരു വിഷയം അള്ളി റസൂലും പഠിപ്പിച്ചു തരാൻ അള്ള പറഞ്ഞ വാക്കെന്താ അറിയോ? എന്നോട് നിങ്ങളോട് പറയാണ്,
അള്ളാഹുവിന്റെ വാക്ക് കേട്ട് സ്വർഗം കിട്ടാനും അള്ളാഹുവിനോട് ഒരു ദിവസത്തിൽ ആദ്യമായി ചെയ്യേണ്ട ഫർള് നിർവഹിക്കാനും പള്ളിയിൽ വന്നവർ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളാണ്. ഇങ്ങനെയൊക്കെ കേട്ടിട്ടും വരാൻ തയ്യാറാകാത്ത ആളുകൾ നേർക്ക് നേരെ നബി പഠിപ്പിക്കാട്ടോ, അവൻ അള്ളാഹുവിന്റെ അടിമയായിട്ടല്ല ജീവിക്കുന്നത്, അവൻ ശൈത്താന്റെ അടിമയായിട്ട് ജീവിക്കുകയും ആ ജീവിതത്തിൽ തൃപ്തിപ്പെടുകയും അങ്ങനെ നരകത്ത് പോകാൻ തീരുമാനിക്കുകയും ചെയ്തവനാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിക്കണം അറിയോ? ഈ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാട്ടോ. ഈ ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. എല്ലാ രാത്രിയും ഇത് സംഭവിക്കുന്നുണ്ട്. എല്ലാ രാത്രിയും ഇന്നിഞ്ഞ് കിടക്കുമ്പോഴേ ഈ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കണം അറിയോ? പ്രവാചകന്റെ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഅഖിദു അശ്ശൈത്വാനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ ഹുവ നാമ സലാസ ഉഖദ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് തലയുടെ മൂർധാവിൽ പിശാച് ശൈത്വാനീയത്തിന്റെ 3 കെട്ടുകൾ കെട്ടും. 3 കെട്ടുകൾ ഹദീസിലാണ്. ശൈത്വാനീയത്തിന്റെ 3 കെട്ടുകൾ കിട്ടും. അല്ലാഹു അലം. പക്ഷെ ശൈത്വാനീയത്തിന്റെ 3 കെട്ടുകൾ കിട്ടും. എന്താണ് ആ കെട്ടുന്നത്? അലൈക ലൈലുൻ തവീൽ. എന്നിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴേ നമ്മുടെ ശൈത്താൻ വേണ്ടി വന്നിട്ട് പറയും, നമ്മളോട് പറയും. ആ പറച്ചിലാണോ നമ്മുടെ മനസ്സ് നാലേക്കട്ടോ? അലൈക ലൈലുൻ തവീൽ, എടാ കുറേ നേരം സുഖമായിട്ട് ഉറങ്ങിക്കോ. ഫർഖുദ്, ഉറങ്ങിക്കടാ, കുറേ നേരണ്ട് ഉറങ്ങിക്കോ. അലാറം കേട്ട് നീക്കാൻ നിൽക്കണ്ട, പ്രായമായിട്ട് എഴുന്നേക്ക, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഇപ്പൊ തന്നെ വേണ്ട എന്ന് ശൈത്താൻ അവനോട് പറയും. ഉറങ്ങിക്കോ, എഴുന്നേക്കണ്ട എന്ന് ശൈത്താൻ അവനോട് പറയും. നിങ്ങളുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ഫഇൻ ഇസ്തൈഖല ഫദകറല്ലാഹ്. എന്നാൽ ഒരാൾ അലാറം വെച്ച് എഴുന്നേറ്റു അള്ളാഹനെ സ്തുതിച്ചാൽ ഇൻഹല്ലത്ത് ഉഖ്ദ, ഒന്നാമത്തെ കെട്ടുപൊട്ടും. 2 ഫഇൻ തവല്ലഅ, അവൻ വുദു ഉണ്ടാക്കിയാലോ ഇൻഹല്ലത്ത് ഉഖ്ദ, രണ്ടാമത്തെ കെട്ടും പൊട്ടും. 3 ഫഇൻ സല്ല, അവൻ പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിച്ചാലോ 3 കെട്ടും പൊട്ടും. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞെടുക്കാൻ ഫഅസ്ബഹ നശീതൻ തയ്യിബൻ നഫ്സ്, അവൻ ഉന്മേഷവാനായ ശുദ്ധഹൃദയമുള്ള സ്വർഗാവകാശിയായ ഒരാളായി തീർന്നു. എന്നാൽ ശൈത്വാന്റെ ആ 3 കെട്ടിൽ നിന്നും എഴുന്നേൽക്കാതെ വീട്ടിൽ വെച്ച് അവനവൻ എഴുന്നേൽക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന ഒരാളോ വഇല്ലാ അസ്ബഹ ഖബീസൻ നഫ്സ്, മലിനഹൃദയത്തിന്റെ ആളാണവൻ. കസ്ലാൻ, അള്ളാന്റെ മുന്നിൽ അവൻ മടിയനുമാണ്, മോശക്കാരന്റെ ലിസ്റ്റിൽ അവൻ ഉൾപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ബാക്കി ഒരു ബാങ്കിനുമില്ലാത്തത് സുബഹിന്റെ ബാങ്കിൽ കൊടുത്തത്. ളുഹറിനില്ല, അസറില്ല, മഗ്രിബിനില്ല, ഇശാഇല്ല, സുബഹിക്കുണ്ട്. എന്ത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. എന്താ സഹോദരങ്ങൾ അതിന്റെ അർത്ഥം? ഓരോരുത്തരെ വിളിച്ചോണ്ട് അല്ലാഹു പറയാൻ, നോക്കടാ 20 മിനിറ്റ് നീ അലാറം വെച്ചൊന്ന് പള്ളിയിലേക്ക് വാ, ആ ഉറക്കത്തെക്കാളും നിനക്ക് നല്ലത് 15 മിനിറ്റിന്റെ ആ ജമാഅത്താണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അറ്റാക്ക് വന്ന്, കൊളസ്ട്രോൾ കൂടി, സ്ട്രോക്ക് വന്ന്, വാഹനാപകടം പറ്റി ഈ നാട്ടിലുള്ള ഖബർസ്ഥാനിൽ ആളുകൾ കൊണ്ടുപോയി ഖബറിൽ വെക്കുമ്പോ അവിടെ മലക്കൾ വന്ന് പറയണം, നം കനൗമത്തിൽ അറൂസ്, പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് നമ്മളോട് മലക്കുകൾ ഖബറിൽ നിന്ന് പറയണമെങ്കിൽ 20 മിനിറ്റ് ആ സമയം ദുനിയാവിൽ നിന്ന് ഉറക്കമൊഴിച്ചോ. ഇവിടെ നിന്ന് ഉറക്കമൊഴിക്കുന്നവന് അവിടെ സുഖമായി ഉറങ്ങാം, ഇവിടെ നിന്ന് സുഖമായി ഉറങ്ങുന്നവന് അവിടെ മുതൽ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകും. അതിന് നമ്മൾ ജീവിതത്തിൽ തയ്യാറെടുക്കുക, ആത്മാർത്ഥമായി തീരുമാനിക്കുക. നമ്മൾക്ക് വേണ്ടിയാണ് അല്ലാഹു ഇതൊരുക്കിയത്. ആ സ്വർഗവും പാപമോചനവും തിളക്കവും അമ്പിയാക്കന്മാർ കൊടുക്കുന്ന, അല്ലാഹു ഒരുക്കുന്ന ആ സദ്യയിൽ, ആ അല്ലാഹു ഒരുക്കുന്ന ആ മഹനീയമായ വിളംബരത്തിൽ, ആ ആഘോഷത്തിൽ നമ്മൾക്കും പങ്കാളികളാകാൻ കഴിയണം. നമ്മൾ സുബഹിക്ക് കുടുംബസമേതം പ്രായപൂർത്തിയായ മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് വരണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥാ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ.